മലപ്പുറത്ത് 4 വിദ്യാർത്ഥികൾക്ക് ഇടിമിന്നലേറ്റ് ദാരുണാന്ത്യം. 7 പേരായിരുന്നു അവരിലിടയിൽ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ കളിക്കുന്നതിനിടയിലാണ് ഇടിമിന്നലേറ്റതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മലപ്പുറം മങ്കടയിലാണ് ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ചിരിക്കുന്നത്. കുരങ്ങൻചോലയിലാണ് സംഭവം നടക്കുന്നത്. 7 പേർക്ക് മിന്നലേറ്റതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. പരിക്കേറ്റ മറ്റുള്ളവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൌഷാദ് അത്തിപ്പറ്റ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. നൌഷാദ്, അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 4 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇടിമിന്നലേറ്റ് മരിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളാണ് 4 പേരും എന്ന് അറിയാൻ സാധിക്കുന്നു. 3 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത്. മങ്കട പഞ്ചായത്തിലെ വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിലാണ് സായാഹ്നം ചെലവഴിക്കാനായി എത്തിയ ഈ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇടിമിന്നലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 7 പേരായിരുന്നു ആകെ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 4 പേരുടെ ജീവൻ എടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഈ പരിക്കേറ്റവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ്. അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവധിക്കാലമായതിനാൽ വൈകുന്നേരം സമയം ചെലവഴിക്കാൻ കുന്നിൻ മുകളിൽ വ്യൂ പോയിന്റിൽ എത്തിയതായിരുന്നു ഈ 7 അംഗ സംഘം എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മലപ്പുറം ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായാണ് ഈ മങ്കട വെള്ളിലയിൽ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 7 പേരായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അത് 4 പേർ മരണപ്പെട്ടു, 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരം ലഭിക്കുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഇവരുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ പരിക്കേറ്റവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അക്ഷയ, ഈ ആളുകൾ സ്ഥിരമായി പോകുന്ന സ്ഥലം തന്നെയാണല്ലോ ഈ വ്യൂ പോയിന്റ്. അതിനാൽ തന്നെ മറ്റു ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഈ വിദ്യാർത്ഥികൾ മാത്രമായിരുന്നോ അവിടേക്ക് പോയിട്ടുള്ളത്? സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിലെല്ലാം ഇവിടെ സന്ദർശകർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ യുവാക്കൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നതും. അതിശക്തമായ മഴ, ഒരു 3 മണിയോടുകൂടി അതിശക്തമായ മഴ മലപ്പുറം ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അതിശക്തമായ ഇടിമിന്നൽ തന്നെയാണ് ഉണ്ടായത്. അതിന്റെ ഫലമായാണ് ഇപ്പോൾ ഇങ്ങനെ അപകടം സംഭവിച്ചത്. ഇവരുടെ പേര് വിവരം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. റഹീസ്, വഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ്. കൗമാരക്കാരാണ്, കോളേജ് വിദ്യാർത്ഥികളാണ് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് മഞ്ചേരിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 4 പേർ മരണപ്പെട്ടിരിക്കുന്നു, 3 പേർക്ക് പൊള്ളലേറ്റിരിക്കുന്നു എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. ഒരു കാര്യം കൂടെ, സംഭവ സ്ഥലത്ത് തന്നെ മരണം സ്ഥിരീകരിക്കുകയാണോ? ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടിരുന്നോ വിദ്യാർത്ഥികൾ? ഈ സംഭവം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ 4 പേരുടെയും മരണം സംഭവിച്ചിരുന്നു എന്ന ദാരുണമായ ഒരു വാർത്തയാണ് നമുക്ക് വരുന്നത്. 3 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന ആശങ്ക നിൽക്കുന്ന ഒരു വാർത്ത കൂടി ലഭിക്കുന്നുണ്ട്. ഒരാൾക്ക് നേരിയ തോതിൽ പൊള്ളലേറ്റു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും 7 പേരായിരുന്നു ഈ വ്യൂ പോയിന്റിൽ എത്തിയത്. ഇതിൽ 4 പേർക്ക് അതിശക്തമായ ഇടിമിന്നലേൽക്കുന്ന സാഹചര്യം, അവർ മരണപ്പെടുകയും ചെയ്തു. മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് മുന്നേ മരണപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ശരി, നൌഷാദാണ് വിശദാംശങ്ങൾ നൽകിയത്. മക്കടയിൽ സുഹൃത്തുക്കളായ 4 വിദ്യാർത്ഥികൾ മിന്നലേറ്റ് മരിച്ചിരിക്കുകയാണ്. 3 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. 18 വയസ്സുള്ള സിയാദ്, 19 വയസ്സുള്ള ഫഹദ്, 20 വയസ്സുള്ള റഹീസ്, 18 വയസ്സുള്ള ബഹാത്ത് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. മക്കട വെള്ളില കടുക്ക സിറ്റി നമ്പൂരിക്കാട് വ്യൂ പോയിന്റിലെത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ. പരിക്കേറ്റ 3 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.